പ്രധാനമായ കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ഓർക്കാറുണ്ട്. ഒന്ന്, കർത്താവിനെ നാം ഓർക്കണം. രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കണം. മൂന്നാമത്തേത്, കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി ഇരിക്കണം. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ബാലക ശുശ്രൂഷയാണ്, അത് ഓർമ്മയുടെ ഒരു ശുശ്രൂഷയാണ്. ആക്ഷൻ ഓഫ് റിമംബറൻസ്, ഓർമ്മയുടെ ഒരു ശുശ്രൂഷയാണ്. രണ്ടാമത്തേത് എക്സ്പ്രഷൻ, ഒരു പ്രസംഗമാണല്ലോ, ഒരു എക്സ്പ്രഷനാണ്, ഒരു പ്രസ്താവനയാണ്. എന്താണ് പ്രസ്താവന? കർത്താവ് ചെയ്തത് എന്താണെന്നുള്ളത് ലോകത്തോട് അറിയിക്കുന്നതിന് കർത്താവ് മറ്റ് മാർഗങ്ങളൊന്നും വെച്ചിട്ടില്ല. നമ്മളോട് പറയുമ്പോൾ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ചെയ്തതിന് ലോകത്ത് അറിയിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ കർത്താവിന്റെ മരണത്തെ ലോകത്തിന്റെ മധ്യേ പ്രസ്താവിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതിനുള്ള ചുമതല നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. രണ്ട് കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? നാം ഓരോ ആഴ്ചയോട്ടും കർത്താവിന്റെ അത്താഴം കൊണ്ടാടുമ്പോൾ ഓർക്കുന്നതായ കാര്യം കർത്താവ് വരുമെന്നാണ്. കർത്താവ് വരുമെന്നും തന്നെ വാസ്തവമായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത ദൈവത്തിന്റെ ജനത്തിന് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്നു, നാം അത് അംഗീകരിക്കുന്നു. എന്നാൽ അതിനുവേണ്ടി രണ്ടാമത്തെ ഭാഗം കൂടെ അല്പം ചില വാക്കുകൾ ഞാൻ പറഞ്ഞ് വളരെ വേഗം നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ സമയമെടുത്താൽ ദീപികളുടെ പരിപാടികളൊക്കെയും നിർത്തിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഒട്ടും കൂടുതൽ സമയമെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തെ ഭാഗം, അവര് എന്ത് ചെയ്തു അത് ഓർക്കണം. അവരെ ഓർക്കണം മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? അവര് നമ്മുടെ മുമ്പിൽ ഒരു വിശ്വാസ പ്രമാണം വരച്ചു തന്നിട്ടുണ്ട്. ഒരു വിശ്വാസ പ്രമാണം തന്നിട്ടുണ്ട്. നമ്മുടെ മുഖ്യമുണ്ടായിട്ടുള്ള സൺഡേ സ്കൂൾ പാഠസഹായി ഒരു വലിയ നേട്ടം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വിവിധ നിലകളിൽ ഇതിന്റെ ഗ്രാജുവേറ്റിന്റെ ഭാഗത്ത് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ അറിയുന്നിടത്തോളം വിലയേറിയ ദൈവത്തിന്റെ ദാസന്മാരെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ദാസന്മാര് പിടിച്ചിരിക്കുന്ന സത്യങ്ങൾ അവരെ ആരെയും ഓർത്ത് ആരെയും മുഖം നോക്കിയൊന്നും മാറ്റി പറയണ്ട. മുഖം നോക്കാതെ സത്യത്തിന്റെ ഭാഗത്ത് നേരെ നിന്ന് ഉള്ളത് ശരിയായി നിങ്ങൾ വിശ്വസിക്കുന്നതും പഠിച്ചതുമായ കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറി കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇടവരട്ടെ. ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തോട് അവസാനിപ്പിക്കുകയാണ്. തുടർന്നായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് അതിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വളരെ ശരിയായിട്ടാണ്. ഉദ്ഘാടനത്തിൽ ഞാനുണ്ട്. അന്ന് ഉദ്ഘാടനം ചെയ്തത് KG തോമസ്. അദ്ദേഹം 1 മണിക്കൂർ. അപ്പോ ഞാൻ 1 മണിക്കൂർ വരികയാണെങ്കിൽ അത് പഴയ പാരമ്പര്യം ഞാൻ പുലർത്തുന്നു എന്നുള്ളതല്ല. അത് പിള്ളേരൊന്നും ആർക്കും പരാതിപ്പെടാനായിട്ടുണ്ട്. എന്നാൽ അതിന്റെ സ്വാഗത പ്രസംഗം 5-ാം സാധനം 1 മണിക്കൂർ എടുത്തെന്ന് പറഞ്ഞാൽ ജോർജ് സാർ അത് എടുത്തില്ല. ഇവിടെ താൻ 25 മിനിറ്റ് 30 ആകുന്നതിനുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് ഞാനും അത് കൂടുതലൊന്നും എടുക്കണമെന്ന് വിചാരിക്കുന്നില്ല. വളരെ ചുരുക്കമായി എനിക്ക് 20 മിനിറ്റാണ് തന്നിട്ടുള്ളത്. മിക്കവാറും അവിടെ അതിനെത്തിക്കാമെന്നാണ് തോന്നുന്നത്. ഇന്ന് ഇവിടെ വന്ന് സംബന്ധിക്കാൻ തക്കവണ്ണം എനിക്ക് സ്ഥാപനത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കും. ഇങ്ങനെ ഇവിടെ ബൈബിൾ സ്കൂളിന്റെ ഈ സുവിശേഷ ആലയത്തിന്റെ പ്രവർത്തനത്തിന്റെ ആരംഭകാലങ്ങളിൽ തന്നെ ഇവിടെ വന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ സഹകരിക്കാനുള്ള ചുമതലയും അതിനോട് എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യം പ്രിയപ്പെട്ട തന്നിട്ടുണ്ട്. ഈ ബൈബിൾ സ്കൂൾ ആരംഭിക്കുമ്പോൾ തന്നെ ജോർജ് സാർ പല കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ഞങ്ങൾ ചിന്തിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഇതിന് ഈ ഉദ്ഘാടന യോഗത്തിന് വരണമെന്ന് എനിക്ക് എഴുതുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് എഴുതിയിട്ടില്ല. വരണം, ഈ യോഗത്തെ സംബന്ധിക്കണമെന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ ഈ യോഗത്തെ സംബന്ധിക്കണമെന്നുള്ള വരാമെന്ന് പറഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് വളരെ ബന്ധപ്പെട്ട വേറൊരു ജോലി തിരക്കുണ്ടായതുകൊണ്ട് വരാൻ ബുക്ക് ചെയ്തെന്ന് ഒരു എഴുത്തയക്കാനായിട്ട് തീരുമാനിച്ച ആ സമയത്താണ് എനിക്ക് വരാൻ സാധിക്കില്ല, വേറെ അത്യാവശ്യം ഉണ്ടെന്ന് ഒരു എഴുത്തയക്കാൻ തീരുമാനിച്ച സമയത്താണ് ഇവിടുത്തെ ഈ ഇതിൻ്റെ നോട്ടീസ് കിട്ടിയത്. നോട്ടീസിനകത്താണ് MV ചെറിയാൻ സാർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാനാ ഉദ്ഘാടനം ചെയ്തത്. അല്ലാതെ ഞാനതൊന്നും എനിക്ക് ജോസഫ് എഴുതിയില്ല, ഞാനാ ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ വരണമെന്ന് എനിക്ക് എഴുതുള്ളൂ. ഒരാൾ വന്നില്ലെങ്കിൽ എന്താ ഒരുപാടാണ്
അതുകൊണ്ട് എനിക്ക് വേറൊരു പ്രോഗ്രാമിൽ പോകണമെന്നൊക്കെ ഞാൻ ചിന്തിച്ച് അതിനോ നേരത്തെ നിന്നപ്പോഴാണ് ഈ നോട്ടീസ് കണ്ടത് അതിനകത്ത്. അപ്പൊ പിന്നെ വരാതിരിക്കാൻ നിവൃത്തിയില്ല. വരാതിരുന്നാൽ അത് മറ്റു പല ആളുകൾക്ക് ചിന്തിക്കാനൊക്കെ ഇടയാകുമെന്ന് ദൈവമേ അതുകൊണ്ട് തീർച്ചയായിട്ടും വന്ന് വലിയ എന്ന് തന്നെ ഞാൻ തീരുമാനിച്ച് അനുവദിച്ചതോടെ സന്തോഷമായിട്ടും അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു പദവി വന്ന് എന്നെ ആദരിച്ചതിന് വേണ്ടി ഞാൻ വളരെ നന്ദിയുള്ളവരായിട്ടും എന്നെ ഇതിനുവേണ്ടി ക്ഷണിച്ചത് ഒരു പക്ഷെങ്കിൽ ഒരൊറ്റ അവരുടെ മാത്രം കയറിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ 35 വർഷങ്ങളോളമായി ഒരു ബൈബിൾ സ്കൂൾ മധുരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ ഒരാൾ വന്നാൽ ആ തരക്കേണ്ടതായിരിക്കാം അവർ കാര്യത്തിലെന്ന് ആണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ കഴിഞ്ഞ 35 വർഷങ്ങൾ ഒരു ബൈബിൾ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവത്തിൽ നിന്ന് ഒരു ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പ്രവർത്തനങ്ങളുള്ള പ്രയോജനം എന്താണ്, അത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ച് മനസ്സിലാക്കാൻ എൻ്റെ അനുഭവവശത്ത് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ബൈബിൾ സ്കൂൾ ഞങ്ങൾക്ക് തുടങ്ങുന്ന സമയത്ത് വലിയ എതിർപ്പുകൾ തന്നെ നമ്മുടെ മധ്യത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രധാന ചോദ്യം ബൈബിൾ സ്കൂൾ വേദാന്തമാണോ എന്നുള്ളതാണ്. ബൈബിൾ സ്കൂൾ വേദാന്തമാണ്. അപ്പോഴത്തെ കാലത്ത് ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. ഈ ബൈബിൾ സ്കൂൾ വേദാന്തമേ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ബൈബിൾ സ്കൂൾ ഒന്നും വേദാന്തമല്ല എന്നുള്ളത്. ബൈബിൾ സ്കൂൾ ഹൃദയത്തിൽ ബൈബിൾ സ്കൂളിനെ പറ്റി ഒന്നും പറഞ്ഞു. ബൈബിൾ സ്കൂൾ അവിടെ ഒരു അപ്പസ്തലനായ പൗലോസിന്റെ ബൈബിൾ സ്കൂൾ നടത്തായിട്ടോ അങ്ങനെ ബൈബിൾ സ്കൂളിന്റെ പേരോ ഇങ്ങനെ പറഞ്ഞു. സുവിശേഷത്തിലുള്ള മാധ്യമങ്ങളിൽ ഒന്നാണ് ബൈബിൾ സ്കൂൾ. മാധ്യമ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ദൈവനാമ മഹത്വം സുവിശേഷ പ്രചരണം എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന പല മാധ്യമങ്ങളിൽ ഒന്നാണ് ബൈബിൾ സ്കൂൾ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ നിലയിൽ ഇത് വേദാനുസരണമാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്താ, പഠിപ്പിക്കുന്നവന് നല്ല നന്മയിലും. അപ്പൊ പഠിക്കുന്നവനുണ്ട്, പിന്നെ അതൊന്നുമില്ല. വർഷങ്ങളോളം നടക്കുന്ന ബൈബിൾ സ്കൂളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചില സമയങ്ങളിൽ ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ കയറിങ്ങനെ വന്നിട്ടുണ്ട്. സാപ്പാട് കഴിക്കും, അയ്യാ സാപ്പാട് കൊടുക്കാമെങ്കിൽ ചുമ്മാ സാപ്പാട് കഴിക്കും, വേറെ എന്നെ വേലയ്ക്ക് പോകുന്നത് മറ്റൊരു ബൈബിൾ സ്കൂളിൽ പോയി ചേരണം. അങ്ങനെ വെച്ചിട്ട് വന്ന് കയറിച്ചിട്ട് അവനെ തിരിച്ചു വാങ്ങാൻ കൊണ്ടുണ്ടാക്കിയുള്ള സ്വന്തരവും അവർക്ക് കൊടുത്ത തികയുമോ ചോറിനെ അത് തിന്നാമെന്ന് ഇടയില്ല. അത് അവരെ തൃപ്തിപ്പെടുത്താൻ നോക്കുമോ, അവർ പഠിക്കണമെന്നുണ്ടോ എന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളൊക്കെ അതിനൊക്കെ പിരിച്ചുവിടാനും പിന്നെ പ്രയാസമാണ്. ആ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല വിദ്യാർത്ഥികളാണ്, ആത്മീയന്മാരായ വിദ്യാർത്ഥികളാണ് ഒരു ബൈബിൾ സ്കൂളിന്റെ വലിയ വിജയം എന്ന് പറയും. ആ നിലയിൽ അതാണ് ബൈബിൾ സ്കൂളിന്റെ വിജയം. ദൈവജനം പഠിക്കുവാൻ ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന വിദ്യാർത്ഥി, ആ നിലയിൽ ഉള്ള വിദ്യാർത്ഥികളെ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ പ്രവർത്തകർക്ക് ആ താല്പര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയും. കഴിഞ്ഞ 35 വർഷങ്ങളോളമായി മധുരയിലെ ബൈബിൾ സ്കൂൾ നടത്തുന്നതിന്റെ ഫലമായിട്ട് ഞാൻ ദീർഘിക്കുന്നില്ല. അതിന്റെ ഫലമായിട്ട് അവിടെ ഞാൻ തമിഴ്നാട്ടിൽ ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്താൽ തമിഴ്നാടിന്റെ തമിഴ്നാട്ടിൽ 10-70 സഭകളുണ്ട് തമിഴ്നാട്ടിൽ. അവിടെ ഏത് സഭയിൽ ചെന്നാലും ഇപ്പോൾ ഞാൻ ഒട്ടും അനുശോചിക്കാൻ പറയുന്നില്ല, അവിടെ രോഗങ്ങൾക്ക് എപ്പോൾ പോകുമ്പോഴും ഉത്സാഹത്തോട് പ്രവർത്തിച്ച 4-5 ചെറുപ്പക്കാരെ കാണാം. അവരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ മധുര ബൈബിൾ സ്കൂളിൽ പഠിച്ചവരാണ്, മധുര ബൈബിൾ സ്കൂളിൽ പഠിച്ചവരാണ്. അത് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും. നിങ്ങൾ ഇന്ന് എന്നോടൊന്നും ചോദിക്കാതെ തമിഴ്നാട്ടിൽ ഏതെങ്കിലും സ്ഥലത്തില്ലേ, ഏതെങ്കിലും അവിടെ ഞാൻ സ്ഥലം അഡ്രസ്സില്ല. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ നല്ല പ്രവർത്തകരായി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ട് അവരോട് ചോദിക്കണം, നിങ്ങൾ എന്താ ചോദിച്ചാൽ നിങ്ങൾ ആ ആരംഭ കാലങ്ങളിൽ അവിടുത്തെ തമിഴ്നാട്ടിലെ സഭകളിലൊക്കെ പോയാൽ എന്തോ പറയാനാ, അവിടെ വെറും നാമധേയ ക്രിസ്ത്യാനികളല്ലാതെ ബദാറൻ മിഷൻ സമുദായം കണിക്കനിട്ട മൂപ്പന്മാർ വരെയുണ്ട്. വിശ്വസിക്കുമോ നിങ്ങൾ? ക്രിസ്ത്യൻ പേട്ട എന്ന സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന മൂപ്പന്മാർക്ക് കാലിൽ കണിക്കനിട്ട മൂപ്പന്മാർ വരെ ഇരിക്കുന്നുണ്ട്. ആ നിലയിൽ ആ വളരെ അധപ്പതിച്ച് വളരെ നാമധേയമായി തീർന്ന ആ രംഗങ്ങളാണുള്ളത്.
ഈ സഭകളുടെ നിലകൾ കണ്ടിട്ടാണ് ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങാൻ എനിക്ക് പ്രേരണ ലഭിച്ചത്. അത് ദൈവത്തിൽ നിന്നുണ്ടായ പ്രേരണ. ഇന്ന് ആ ബൈബിൾ സ്കൂൾ കൂടി പഠിച്ച കുട്ടികൾ അവർക്ക് കിട്ടിയ പരിശീലനം കൊണ്ട് അവിടെ ചെല്ലുകയും ആ സഭകൾ നവീകരിക്കപ്പെടുകയും ഉണർവുകൾ ഉണ്ടാകുകയും അടഞ്ഞു കിടന്ന ഗോസ്പൽ ഹോളുകൾ തുറക്കപ്പെടുകയും അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്ന അനേക യുവാക്കന്മാർ എഴുന്നേൽക്കുകയും ചെയ്ത് വലിയൊരു നവീകരണം തന്നെ തമിഴ്നാട്ടിലുണ്ടാകുവാൻ ബൈബിൾ സ്കൂൾ സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പക്ഷത്തിലും ഈ ബൈബിൾ സ്കൂൾ പ്രവർത്തനം വരും ദിവസങ്ങളിൽ സഭകളിൽ വലിയ ആത്മീയ അനുഗ്രഹം ഉണ്ടാകുക. അനേക പ്രാദേശിക സഭകൾ രൂപാന്തരപ്പെടുന്നതിനും ഒരു ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് ആ നിലയിൽ നമുക്ക് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ചെലവഴിക്കുന്നത് ഈ സമർപ്പണത്തിനായിട്ടുള്ള സ്തോത്രം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, പത്തനംതിട്ടയിൽ കഴിഞ്ഞ കാലശതാബ്ദത്തിന് മുൻപ് മുതൽ തന്നെ സുവിശേഷാലയം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുവാൻ തക്കവണ്ണം നിന്റെ ദാസന്മാരെ ഹൃദയത്തിൽ നീ പ്രവർത്തിച്ചു. വളരെ ചെറുതായി തുടങ്ങിയ പ്രവർത്തനം അനേക നിലയിലുള്ള പുതിയ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇത്രത്തോളം വളർന്നു വരുവാൻ തക്കവണ്ണം നീ സഹായിച്ചതിനായി ഞങ്ങൾ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം സ്ഥലമാകുന്നതിനും ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാകുന്നതിനുമൊക്കെ നീ ഇടവരുത്തിയതിനായി തിരുനാമത്തിന് സ്തോത്രം. കർത്താവിലൊന്നും ഞങ്ങൾക്കാർക്കും ഒരു പ്രശംസയും എടുക്കാനായിട്ടില്ല. ഇതെല്ലാം അവിടുത്തെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി അവിടുന്ന് ചെയ്ത കാര്യമാണെന്ന് മാത്രം ഞങ്ങൾ വിശ്വസിക്കുകയും സകല മഹത്വം ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുവാൻ നീ കർത്താവെ നീ സഹായിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരിൽ ചിലർ ഇപ്പോൾ ഇവിടെ ഇല്ല, ചിലർ നിശ്ചലയിലാണ്. കർത്താവെ, ഇപ്പോൾ ചിലരിവിടെ ഉണ്ട്. അവരുടെ പിന്നണിയിൽ പിന്നണിയിൽ നിന്നവരെ കർത്താവെ നീ സഹായിച്ചു പ്രവർത്തിപ്പിച്ചു. അതിനായിട്ട് നാമത്തിന്റെ സ്തോത്രം. നീ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവർക്കെല്ലാം നീ അതിന്റെ പ്രതിഫലം നൽകുമല്ലോ. കർത്താവെ, ഈ പ്രവർത്തനം നിന്റെ വരവരെയും കർത്താവെ നീണ്ടു നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് കർത്താവെ ഈ പ്രവർത്തനം ബലപ്പെട്ടു എന്നുള്ളതല്ല, ഞങ്ങളുടെ മധ്യത്തിൽ വലിയ പ്രസ്ഥാനം വളർന്നു വന്നു എന്നുള്ളതല്ല. കർത്താവെ, ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ മധ്യത്തിൽ അനേക ആളുകൾ രക്ഷിക്കപ്പെടുന്നതിനും അനേക സ്ഥലത്ത് സഭകൾ സ്ഥാപിക്കപ്പെടുന്നതിനും അനേക സ്ഥലം സഭകളിൽ പുതുതായി അംഗങ്ങൾ ചേരുന്നതിനും ഈ സ്ഥലം സഭകൾ അഭിവൃദ്ധിപ്പെടുന്നതിനും മുഖാന്തരമാകണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം അതായിരിക്കുന്നു. കർത്താവ്, ബൈബിൾ സ്കൂൾ അതിൽ തന്നെ ഞങ്ങളുടെ ഉദ്ദേശമായിരിക്കുന്നില്ല. നിന്റെ നാമം ഓർക്കപ്പെടുന്നതിന് വേണ്ടി നീ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ചുമതലകളിൽ അനേക ചുമതലകളിൽ ഒന്ന് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നിലയിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ചുമതല വിശ്വസ്തയോടുകൂടെ നിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിറവേറ്റുവാൻ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ചുമതലപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കണമേ. കർത്താവെ, അധ്യാപകരായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ ലക്ഷ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണെന്നുള്ള ബോധ്യതയോടുകൂടെ നിന്റെ പരിശുദ്ധാത്മാവനാണ് നിറഞ്ഞവരായി അവരെ ശുശ്രൂഷ ചെയ്യുവാൻ നീ അവരെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കായി സ്തോത്രം. നിന്റെ നാമം മലപ്പുറമുള്ള ഏക ഉദ്ദേശത്തോടുകൂടെ നിന്റെ വചനം പഠിച്ച് നിന്റെ വയൽപ്രദേശത്ത് പ്രയോജനപ്പെടണമെന്നുള്ള ഏക ഉദ്ദേശത്തോടുകൂടെ അവർ പ്രവർത്തിക്കുവാൻ തക്കണം നീ അവരെ സഹായിക്കുമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്ന ഈ പ്രവർത്തനം കർത്താവിന്റെ ഓരോരെയും നീണ്ട് നിലനിൽക്കുവാൻ സാധിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അതെല്ലാം അവിടുത്തെ ഇഷ്ടം വരാമെന്നാൽ മതി. അവിടുത്തെ ഇഷ്ടം പോയിപ്പോയാലും അവിടുത്തെ അംഗീകാരം സ്വീകരിച്ചാലും പിന്നെയും തുടർന്ന് നടത്തുവാനുള്ള ഇടയാകരുത്. നിന്റെ അംഗീകാരമുള്ള കാലത്തോളം അത് തുടർന്ന് നടത്തുവാനുള്ള ബലപ്പെടുത്തും. നീ ഞങ്ങളെ സഹായിക്കും. നീ ആരംഭിച്ച വേലയാണെങ്കിൽ അതിന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടും. നീ തുടങ്ങിയ വേലയാണെങ്കിൽ അതിനുള്ള സ്ഥലങ്ങളോ അതിനുള്ള സൗകര്യങ്ങളോ നീ ഉണ്ടാക്കും. അത് ഞങ്ങൾ നിന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടുകൂടെ ആ കാര്യം എടുത്തു വെക്കുവാനൊക്കെ ചുമതലക്കാരെ സഹായിക്കണമേ. വിശ്വാസത്തിന്റെ പൂർത്തിയായിട്ട് നിലനിൽക്കുവാനൊക്കെ സ്തുതിക്കണമേ. കർത്താവെ, മഹത്വമെല്ലാം നീക്കിയിരിക്കട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും മഹത്വവും ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ ക്രിസ്തു മൂലം നിനക്ക് തന്നെ സമർപ്പിച്ചുകൊള്ളുന്നു. പരിശുദ്ധമായ പിതാവേ,
ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവരെയും അവിടുത്തെ എന്നുള്ള ആശംസയോടും ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ബൈബിൾ സ്കൂൾ ഞാൻ ബൈബിൾ കോളേജ് ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ. ഏത് സഭയാണെന്ന് പറഞ്ഞിട്ടുള്ള നിൽക്കുക. മറ്റുള്ളവരെല്ലാവരും ഇവരെയോട് പ്രാർത്ഥിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരുടെ മുഖം കണ്ടും അവരുടെ പേരോർത്തും നിങ്ങളുടെ ദൈവസന്നിധിയിൽ ജാഗരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്യു TV. ഏത് സഭയാണെന്ന് പറഞ്ഞു ഓടക്കാരി ജെയിംസ് കുട്ടി. സഹോദരന്റെ സഭ തണ്ണിത്തോട്. അടുത്തത് ജെയിംസ് TV. ഈ സഹോദരന്റെ സ്ഥലം ചാന്തുകാവാണ്. അടുത്തത് സന്തോഷ് കുമാർ KK. രാജകുമാരി സഭയിൽ നിന്നുള്ള സഹോദരനാണ്. ജോസഫ് KD. സഹോദരൻ വരും. അടുത്തത് ബാബുസ്കറിയ. മാരൻ സഭയിൽ നിന്നുള്ള സഹോദരനാണ്. അടുത്തത് ജോൺ അബ്രഹാം. മൈലപ്ര സഭയിലെ സഹോദരനാണ്. KD ജോസഫാണ്. കാർത്തിക സഭയിൽ നിന്നുള്ളതാണ്. അടുത്തത് ജോൺ അബ്രഹാം. ജോൺ അബ്രഹാം വായിക്കും. മാത്യു ജോർജ്. തണ്ണിത്തോട് സഭയിൽ നിന്നുള്ള സഹോദരനാണ്. സജീവ ജീവൻ. പുതുപ്പള്ളി സഭയിലെ സഹോദരനാണ്. തോമസ് വർഗീസ്. നീലേശ്വരം സഭയിൽ നിന്ന് ഉള്ള സഹോദരനാണ്. അടുത്തത് കുരുമുള ചാണ്ടി. ചേർത്ത സഭയിൽ നിന്നുള്ള ചേർത്തക്കൽ സഭയിൽ നിന്നുള്ള സഹോദരനാണ്. അടുത്തത് ബ്രൂസ് കുര്യാക്കോസ്. കാക്കൂർ സഭയിൽ നിന്നുള്ള സഹോദരനാണ്. അടുത്തത് ജോൺസൺ KK. ഭൂമന സഭയിൽ നിന്നുള്ള സഹോദരനാണ്. ജോണി GT. പാമ്പാടി സഭയിലെ സഹോദരനാണ്. തോമസ് KD.
അന്യാദൂര സഭയിൽ നിന്നുള്ള സഹോദരനാണ്. നമുക്ക് ഈ സഹോദരന്മാരെ ഓർത്ത് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ ഹൃദയത്തോടെ ഈ പ്രിയ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ പിതാവേ, അവിടുത്തെ അതിൽ പഠിക്കുകയും അവിടുത്തെ സാക്ഷികളായി നിൽക്കുകയും ചെയ്യുന്നത് എത്ര ഉന്നതമായ പദവിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങളിനായി വിളിച്ചതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇവർക്ക് ഇങ്ങനെ പഠനം ആരംഭിക്കാനുള്ള അവിടെ ഒരുക്കിയ ക്രമീകരണങ്ങൾക്കായി നമ്മുടെ ഹൃദയത്തോട് അടിയങ്ങൾ പിരിയാതെ യോഗ്യതയില്ല. എന്നാൽ പിതാവ് അടിയങ്ങളെ അവിടെ നിരായി ഒരുക്കിയല്ലോ നമ്മുടെ ഹൃദയത്തോട് ഇവരുടെ പടക്ക മുഖാന്തരമായി അവിടുത്തെ നാമം ഞങ്ങളുടെ കേട്ടതുപോലെ ഉയരുവാൻ മഹത്വമുള്ളതായി തീരുവാനും പിതാവെ അവിടുത്തെ സഹായിക്കണമേ. ആകയാൽ നിങ്ങൾ വിശ്വാസത്തോട് ഈ പ്രിയ കുഞ്ഞുങ്ങളെ അവരുടെ കരങ്ങളിലേക്ക് അവസാനം എത്തിക്കുന്നു. അതേ പുരുഷാശാലയത്തിന്റെ ആഭിമുഖ്യത്തിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അനുമോദിക്കുവാനും എല്ലാ ഭാവങ്ങളും ആശംസിക്കുവാനുമാണ് കോഴിക്കോട്ട് നിന്ന് ഞാനിവിടെ വന്നെത്തിയിരിക്കുന്നത്. ടി എൻ ജോർജ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പേര് ലിസ്റ്റിലും വന്നില്ലെങ്കിലും അതിൽ അപാകത ഒന്നും ഇല്ല എന്ന് എനിക്ക് അറിയാം. പ്രകാരം ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഇടയിൽ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇവിടെയുള്ളതായിരിക്കുന്ന സഹോദരന്മാർ വിശേഷാൽ പത്തനംതിട്ട വിശേഷാലയം ഭാരവാഹികൾ ചുമതലയെടുത്തതിൽ തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നു. ഒരു ബ്രദറൻ പാരമ്പര്യത്തെ അതിജീവിച്ചുകൊണ്ട് പുതിയ ഒരു പാരമ്പര്യത്തിലേക്ക് അവർ പ്രവേശിച്ചു എന്നുകൂടി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ബ്രദറൻ വിശ്വാസികൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെമ്പാടും ബൈബിൾ സ്കൂളിനോടൊക്കെ കുറച്ച് വിരോധമുള്ള ആളുകളായിട്ടാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തില് ഒരു വേദ ഡിഗ്രി തന്നെ എടുക്കുന്നത് വളരെ തെറ്റാണ് എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന ഒരു പറ്റം വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന സഭയാണ് ബ്രദറൻ സഭ എന്ന് പറയുന്നത്. വലിയ ഒരു സുവിശേഷകനും വേദപണ്ഡിതനുമായിരുന്ന എച്ച് ഐൻസ്റ്റൈൻ നിങ്ങൾ വളരെ കേട്ടിരിക്കും. അദ്ദേഹം ഒരു ഡീലിറ്റ് ബിരുദം അദ്ദേഹത്തിന് ലഭിച്ചതിന് വേണ്ടി അദ്ദേഹത്തെ ബ്രദറൻ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തിയടിക്കാനായിട്ട് അമേരിക്കയിലുള്ളതായിരിക്കുന്ന ബ്രദറൻകാര് അത്യധികം ശ്രമിച്ചു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ ബ്രദറൻ സ്കൂളിനോട് ബ്രദർകാർക്ക് പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ചിന്താഗതി അതുകൊണ്ട് ഈ സുവിശേഷാലയത്തിന്റെ ആഭിമുഖ്യത്തില് അങ്ങനെ ഒരു സംരംഭം കൂടി നല്ല ഇപ്പം ഡോക്ടർ OMS ലൈബ്രറി മാത്രമാണ് അത് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുള്ളൂ. ആ ഒരേഷൊക്കെ ആയിരിക്കും. അത് മാത്രം പോരാ, കുറെ കൂടി വിശാലമായിരിക്കുന്ന രീതിയിൽ ധാരാളം പുസ്തകങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തിലൊക്കെ സാധിക്കുന്നത് നല്ല 1ാം ക്ലാസ് ലൈബ്രറി ഇവിടെ ഉണ്ടാകുന്നു എന്ന രീതിയിൽ നമ്മുടെ ഇടയിലുള്ളതായിരിക്കുന്ന ഭക്തന്മാരും വിദ്യാസമ്പന്നരുമായിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ചില സമയം ചെലവഴിക്കുവാനും പഠിക്കുവാനും അത് മുഖാന്തരമായി നമ്മുടെ സഭകളിൽ അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് ഇടയാകും എന്ന് എനിക്ക് തോന്നി. അതിന് ഇവിടെയുള്ളതായിരിക്കുന്ന ഈ സുവിശേഷാലയം പ്രവർത്തകര് മുൻകൈ എടുക്കണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ സമയമൊക്കെ വന്നിരുന്ന് പഠിക്കാനും ഒക്കെ ഞാനൊരു വിദ്യാർത്ഥിയാണ്. പ്രൊഫസർ പ്രിൻസിപ്പലൊക്കെ ആണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളും കൂടിയാണ്. അതുകൊണ്ട് എന്റെ പുസ്തകം കൊണ്ടുവരാൻ പറ്റുന്ന ദിവസമില്ലെങ്കിലും കുറെ പുസ്തകം വാങ്ങിക്കാൻ നിങ്ങളും എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പൈസ തരാം. എല്ലാവരും കളക്ട് ചെയ്ത കാരണം ഒരാൾക്ക് ഇത്രേ വാങ്ങാൻ പറ്റുള്ളൂ. അത് contribute liberally for a good library and you should take leadership in that. അങ്ങനെ ഇതിന് സുവിശേഷാലയത്തിന് എല്ലാവിധമായിരിക്കുന്ന ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ അല്പം നീണ്ടുപോയതായിരിക്കുന്ന എന്റെ ഈ ആശംസാ പ്രസംഗത്തെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. താങ്ക് യു. ആദ്യമായിട്ട് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും ഭാവിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. പലതൊക്കെ പറഞ്ഞു വന്നിട്ട് ഒടുവിൽ ആശംസ പറയാൻ മറന്നുപോയിട്ട് ഇരുപത്തിരണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയുകയുള്ളൂ. കുറച്ച് പ്രഗത്ഭന്മാരായ ആളുകൾ അല്പം നീട്ടി പറഞ്ഞ ആരും അത് ഗണ്യമാക്കുക. അതിൽ ആണയാളുകൾ അല്പം നീട്ടി പറഞ്ഞ
ബൈബിൾ സ്കൂളിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലുള്ള പുറത്തോട്ടുള്ളവരുടെയൊക്കെ കേരളത്തിലുള്ള ആദ്യകാല വിശ്വാസികൾക്ക് വലിയ താല്പര്യമില്ലായി. കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു ബൈബിൾ സ്കൂൾ അല്ലെ ബൈബിൾ സ്കൂൾ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ ചോദ്യം വരും, സൈമൻ സാർ ഏത് ബൈബിൾ സ്കൂളിലാണ് പഠിച്ചത്? അതുകൊണ്ട് വചനം പഠിക്കുന്നത് മറിയ പഠിച്ചത് കർത്താവിന്റെ പാദത്തിൽ ഇന്ന് പഠിച്ചോളണമെന്ന് പറയുന്നു. കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം ഉണ്ടായി. അങ്ങനെയാണ് നമുക്ക് ബൈബിൾ സ്കൂളിന് അനുവാദം കിട്ടിയത് തുടങ്ങിയത്. ഞാൻ പറയുന്നത് വേദോസ്തവത്തിന് വലിയ വ്യാഖ്യാനമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് പൗലോസ് ആദ്യത്തെ ബൈബിൾ സ്കൂൾ നടത്തിയെന്ന്. അതിന്റെ കോഴ്സിന് 2 വർഷത്തെ കോഴ്സായിരുന്നു. 19-ാം അധ്യായം വായിക്കുമ്പോൾ പ്രവൃത്തികൾ അവിടെ പഠിപ്പിച്ചത് ആരെയും വിളിച്ച് പഠിപ്പിക്കാറില്ല, ശിഷ്യന്മാരെയാണ് പഠിപ്പിച്ചത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൊള്ളാവുന്ന യുവാക്കന്മാരെ വിളിച്ചാ പഠിപ്പിച്ചത്. 2 വർഷ കോഴ്സായിരുന്നു. പൗലോസ് അവിടുത്തെ ഡയറക്ടറായിരുന്നോ പ്രിൻസിപ്പലായിരുന്നോ അധ്യാപകരായിരുന്നോ എനിക്കറിഞ്ഞുകൂടാ. അവിടെ എഴുതി. അപ്പൊ അവിടുന്ന് കൊടുത്ത ഡിഗ്രിയുടെ പേര് MD DD വല്ലതോ ഒന്നും എനിക്കറിയാം, MGH ആണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ കൊടുത്തോന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ബൈബിൾ പൗലോസ് നടത്തിയെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ നമുക്ക് ആകാം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ പോകുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കും. ഇംഗ്ലീഷിൽ എന്തിനാണ് പഠിപ്പിക്കുന്നത്? മലയാളികളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മലയാളികളാണ്. അവർ മലയാള ഭാഷയിൽ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടതെന്താ? ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് തന്നെ വേണം പഠിപ്പിക്കാൻ. കാരണം മുമ്പേ പറഞ്ഞതുപോലെ വേദപുസ്തകപരമായി വല്ലതും എഴുതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയില്ല. ഓരോ ബൈബിൾ കോളേജിലെയും മറ്റും പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ബൈബിൾ കോളേജിലെയും മറ്റും പുസ്തക ശേഖരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് വലിയ ലക്ഷക്കണക്കിന്. അപ്പൊ വല്ലതും വായിച്ച് പഠിക്കണമെന്നൊരു ഇംഗ്ലീഷ് അറിയാമായിരിക്കണം, ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിച്ചാൽ വളരെ പുസ്തകങ്ങൾ വായിച്ച് ആശയം ഗ്രഹിക്കാനായിട്ട് കഴിയും. ഇവിടുത്തെ സംരംഭം വളരെ നന്നായിരിക്കുന്നുവെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, വിദേശ സഹായത്തെ കുറിച്ച് ആരാണ്ട് സൂചിപ്പിച്ചു. പൗലോസിനെ ഞാൻ പിടിക്കുന്നു. പൗലോസ് വിദേശ സഹായം സമ്പാദിച്ചു. മാറ്റിട്ടില്ല നിങ്ങള്. യെരുശലേം എന്ന് പറയുന്ന പൗരസ്ത്യ രാജ്യം, പൗരസ്ത്യ രാജ്യത്തുള്ള യെരുശലേം സഭയിലേക്ക് പണം ആവശ്യം വന്നപ്പോൾ പൗലോസ് യൂറോപ്പിലൊക്കെ പോയപ്പോൾ അവിടുത്തെ പണക്കാരോട് സർക്കാരോടൊക്കെ പറഞ്ഞു, യുവകളെ അവിടെ യെരുശലേമിൽ വെച്ച് ഞെരുക്കമാണ്, നിങ്ങൾ വല്ലതും കൊടുക്കണമെന്ന്. അദ്ദേഹം തന്നെ വാങ്ങിച്ച് അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് കൊടുത്ത സംഭവമുണ്ട്. അതുകൊണ്ട് പാശ്ചാത്യന്റെ പണം കൊണ്ടും മോശമൊന്നുമല്ല. ഈ വിഷയം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഉരുണ്ട് ഒരു വന്നു പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ്. അതിന്റെ അങ്ങേ കൊള്ളും കഴിക്കും പഠിച്ചാൽ ഒക്കെ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. ഇതിന്റെ വ്യത്യാസം ഒരു വ്യത്യാസവും അത് തന്നെയോ സഭ ഒന്ന്, ഒരു കർത്താവ്, ഭൂമിയിലുള്ള സകല മനുഷ്യർ ഒന്ന്. അത് പൗലോസ് പറയുമ്പോൾ നിങ്ങൾ അവരുടെ സുഭിക്ഷത നിങ്ങളുടെ ദുർഭിക്ഷതയ്ക്ക് ഉതരട്ടെ എന്ന് പറയുന്നുണ്ട്. അവർ പണമുള്ളവർ ജീവിക്കണം. ഇക്കാലത്ത് പാശ്ചാത്യരുടെ പണമെന്നൊക്കെ പറഞ്ഞാൽ ഇത് കുറ്റം. അതിന് കാരണം ഇപ്പൊ നമ്മുടെ ചിലപ്പോൾ കാശുള്ളത് കൊണ്ട്. ഒരു കാലത്ത് അങ്ങനെയല്ലായിരുന്നു, ഒരു കാലത്ത് അങ്ങനെയല്ലായിരുന്നു. കുമ്മനാട് ഒരു ബൈബിൾ സ്കൂൾ നടക്കുന്നുണ്ടല്ലോ, അത് തുടങ്ങുന്നതിന് മുമ്പിനായിട്ടുള്ള ഞങ്ങൾക്ക് പ്രായമുള്ള ഞാനന്ന് ചെറുപ്പം ഞങ്ങൾ ബൈബിൾ സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്ക് സ്കൂളിൽ തുടങ്ങാൻ എല്ലാ മാർഗം അത് എങ്ങനെ തുടങ്ങാൻ കാശിനെല്ലാം മാർഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ജീവിതാക്കുന്നു ലോകം. അപ്പൊ പൗരൻ സാഹിബിൽ മനസ്സിലാക്കി അദ്ദേഹം വലിയൊരു വ്യവസായശാല നടത്തുന്നയാളാണ്. ആദായത്തിന്റെ 90% ലക്ഷ്യം സുവിശേഷ വിലയിൽ കൊടുക്കുന്നയാളാണ്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഞങ്ങളെ കൂടി 4 പേരെ തെരഞ്ഞെടുത്ത് നിങ്ങൾ പോയി പറയും, സഭക്കാരെ പറയും, അത് എണ്ണയുണ്ടാകുന്ന നേതൃത്വത്തിൽ പറയും. അപ്പൊ അദ്ദേഹം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആദ്യമായ ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന്റെ കിട്ടിയതാണ് മൂന്നാട് പേപ്പോൾ തുടങ്ങാൻ കാരണം. ആ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അത് ഇതുവരെ ഫ്രണ്ട്സുകാരോ അല്ല കൂടുതൽ എത്തിച്ചിട്ടില്ല. കാരണം ആ ഇപ്പോഴും കിട്ടും. പിന്നെ അതുകൊണ്ട് ഇപ്പൊ ഒന്നും നടക്കുകയില്ല. വേറെ പലതും ധാരാളമായി തിരുമക്കൾ തരുന്നു. അതുകൊണ്ട് വിദേശ സഹായം നമുക്ക് വ്യാജിക്കൊന്നും വാങ്ങിക്കാൻ പോകണ്ട. പ്രസിദ്ധീകരണം നടത്തി വ്യാജമായിട്ടൊന്നും വേണ്ട. വല്ലതും ദരിദ്രം വെച്ചോളൂ. അപ്പോൾ വിദേശ സഹായം പിന്നെ ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നതായിരിക്കും. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് വിദേശികളുടെ ഭാഷയായിരിക്കും. വിദേശികളുടെ ഭാഷ നമുക്ക് സ്വീകരിക്കാം, വിദേശികളുടെ പണം സ്വീകരിക്കേണ്ട. ഞാൻ വരണം പറഞ്ഞ പറഞ്ഞ് വ്യാജിച്ചെങ്കിൽ നടക്കുന്ന ദരിദ്രം സ്വീകരിച്ചോളണം, ദോഷവുമില്ല എന്നാണ് ഞാൻ. ഇപ്പൊ തന്നെ വിദേശികളെ പ്രസംഗത്തിന് ക്ഷണിക്കുന്നത് തന്നെ ചില സഹോദരന്മാർക്ക് ഇഷ്ടമാണ്. ഇവിടെ വലിയൊരു പ്രസംഗിക്കാറ് എന്താണ് ഒരു വേറെ ഒന്നും വേണം. വിദേശികൾക്ക്
സ്വദേശികളെന്നും പൗരസ്ത്യരും മരാജാതിരെന്നും ഒരു വ്യത്യാസമുണ്ട്. ഒരു കർത്താവ്, ഒരു ദൈവം, ഒരു സഭ, ഒരേ വിശ്വാസികളുടെ കൂട്ടം. ഇത് ചിന്തിച്ചാൽ മതി. പണം തന്നെ വഹിക്കാൻ വാങ്ങിക്കില്ല. അങ്ങനെ ഇവിടെ വിദേശത്ത് നിന്നും വല്ലതും പണം തന്നാൽ വീക്ഷിക്കുന്നത് ഞാൻ പറയട്ടെ. അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അച്ഛൻ്റെ വാക്കുകൾ. ഇതിലെ നാം വാഴ്ത്തപ്പെടുന്നതാണ്. വളരെ ദീർഘവർഷങ്ങളായിട്ട് തന്നെ എനിക്ക് പത്തനംതിട്ട സുവിശേഷമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയായിട്ടുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ. ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ എന്നെ കൂടുതലും ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുവാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വളരെ പ്രഗത്ഭരും അറിവിൽ വളരെയേറെ സമ്പന്നരുമായിട്ടുള്ള ആളുകൾ ഈ പ്രവർത്തനത്തിന് സംസ്ഥാനം കൊടുക്കുവാൻ അധ്യാപകരായിട്ടും പ്രത്യേകിച്ച് ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഈ പ്രാവശ്യം ഇവിടെ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും അവരും വളരെ താല്പര്യത്തോടുകൂടി പഠിക്കുവാനും നേരത്തെ പലരിൽ നിന്നും കേട്ടതുപോലെ ഇന്നത്തെ സ്ഥലസഭകളുടെ പരിതാപകരമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവാനും അവിടെയൊക്കെയും അവർ ഒരു സമ്പത്തായി തീരുവാനും ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്കും ഇവിടെ രണ്ടാം വാക്ക് പറയാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇതിന്റെ ഭാരവാഹികളോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ നിലയിലും അനുഗ്രഹപ്രദമായി പുരോഗമിക്കുവാൻ ദൈവത്തിന്റെ ധാരാളമായ അനുഗ്രഹം ഇതിന്മേൽ വർഷിക്കട്ടെ എന്ന് ഉള്ള ആശംസയോടെ ഒരു വാക്യം വായിച്ച് ഞാൻ വേഗം എഴുതുന്നു. പുരോഗതിലേഖനം 1-ാം അധ്യായം. അങ്ങനെയല്ല, അവരുടെ താല്പര്യങ്ങൾ അവരുടെ ദൈവാസങ്ങളുടെ കാര്യമായിരുന്നു. ഒന്നാം നൂറ്റാണ്ടിലും ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് കർത്താവോട് വശം പഠിപ്പിച്ചില്ല. അവരുടെ മാസപ്പെടുന്നതായിട്ട് നമ്മുടെ സാധാരണ കുട്ടികളിലെ പോലെ തന്നെ ഇവിടേക്ക് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവസാനിക്കുന്ന മുമ്പ് പലരും പോയിക്കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് എന്റെ ഈ പ്രശ്നം ചെറിയ പ്രശ്നം അവസാനിക്കുന്ന മുമ്പ് കുറഞ്ഞൊരു 10 പേരെങ്കിലും ഈ മുകളിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കാണും. ദൈവനാമം മാസപ്പെടുമാറാകട്ടെ. ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ് വേലക്കാരുടെ ഒരു യോഗത്തിലൂടെ വന്നപ്പോഴാണ് ഈ ജോർജ് സാറ് ഇവിടെ ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നത് എന്നോട് പറഞ്ഞു. അതിനുശേഷം ജോർജ് സാറിനുണ്ടായ സന്തോഷത്തിലും വികാരത്തിലും ആവേശത്തിനും ഇടയ്ക്ക് എന്റെ പേര് മറന്നുപോയി കാണുമെന്ന് ഞാൻ ഭയപ്പെട്ട് ഇരിക്കുകയായിരുന്നു. എങ്കിൽ സാറിന് മറന്നില്ല, എന്റെ ചുമതലക്കാരും മറന്നില്ല, അത് ഞാൻ സന്തോഷിക്കുകയാണ്. എനിക്കും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രിയ അധ്യക്ഷനായിരിക്കുന്ന ബേബി സാറിനെ പോലെയോ ഉദ്ഘാടനം ചെയ്ത ചെറിയാൻ സാറിനെ പോലെയോ പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രസംഗം അനുമോദന പ്രസംഗമാണ്. ഒന്നും വിമർശിച്ചു പറയാൻ ഞാൻ കഴിയില്ല, അനുമോദിച്ചു പറയുവാനായിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അനുമോദനങ്ങളാണ് ഞങ്ങൾ ആദ്യമായിട്ട് അർപ്പിക്കുന്ന. ദൈവം എല്ലാവരും ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇവിടെ ഇന്ന് ഓർക്കുകയാണ്, വളരെ ചെറിയ തോതിൽ നമ്മളിവിടെ പത്തനംതിട്ടയിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചു. ദൈവം ഈ പ്രവർത്തനങ്ങളെ ഓരോ ദിവസം ചെല്ലുന്തോറും അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ നിലയിൽ ഒരു കോളേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുവാൻ തൊക്കണം ദൈവം തന്റെ ദാസന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇപ്പോൾ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ 2 ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ശമുവേൽ സാറും ജോർജ് സാറും ഇതിന്റെ പുറകിലുള്ളത് എല്ലാവരും അനുഗ്രഹപ്രദമായി പുരോഗമിക്കട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോകുന്നത് ഞാൻ കുറച്ചായത് അറിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു, എന്താ പത്തനംതിട്ടക്കാർ ഇങ്ങനെ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു.
ഈ മുപ്പനാട്ടെ കൂടെ കടന്ന് നിന്നുപോയി വീണ്ടും പുറക്കാൻ പോകുന്നതിന് അറിയുന്നു. അതുകൊണ്ടാണോ ഞാൻ ചിന്തിക്കുക. അപ്പൊ പിന്നെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നത് നേരത്തെയുള്ള അവരുടെ ഹൃദയത്തിലെ ഭാരത്തിന്റെ ഫലമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ സ്ഥാപിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെ വിട്ടുകളയരുത്. അവർ പഴയ ആൾക്കാരാണല്ലോ. അവരെ വിട്ടുകളയരുത്. അവരെ ഉപയോഗിക്കണം. അവരുടെ സേവനം ഉപയോഗപ്പെടുത്തണം. ഞാൻ അപേക്ഷിക്കാം. ദൈവം എല്ലാവരും നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വർദ്ധിച്ച് അനുഗ്രഹപ്രദമായി ദൈവനാമത്തിനായിട്ട് തീരട്ടെ എന്നുള്ള അഭിനന്ദനങ്ങളോടെയും അഭിവാദങ്ങളോടെയും ഞാൻ എന്റെ വാർത്ത ചെറുക്കും. ദൈവനാമത്തിലാണ്. പത്തനംതിട്ട സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അക്കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചത് മുൻ സെക്രട്ടറി നമ്മുടെ ബഹുമാനപ്പെട്ട E.K. എബ്രഹാം സാറായിരുന്നു. വിദേശത്ത് വന്ന ശേഷം കർത്താവിന്റെ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാൻ അതിനെ വളരെ സഹായിച്ചു. ഇന്നത്തേത് ജോർജ് സാറ് ആ ശുശ്രൂഷ ഏറ്റെടുത്തു. അത് കൂടുതലുള്ള പ്രോത്സാഹനം അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ വേർപെട്ട ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മുതൽക്കൂട്ടാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മലാഖിക്ക് പറയാനുണ്ടായിരുന്നതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു. അവൻ സമാധാനമായി പരമാർത്ഥമായി നടന്ന് അനേകരെ നീതിയിലേക്ക് നടത്തി അതിർത്തികൾ വിട്ട് തിരിയുമാറാക്കി. മാത്രമല്ല പുരോഹിതൻ ദൈവത്തിന്റെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതും അല്ലോ. വേർപെട്ട ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള നിലവാരം പുലർത്തിയിരുന്ന കാലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർത്തു പോരുകയാണ്. അനേകർ വന്ന് നമ്മളോട് ഉപദേശം ചോദിച്ചു പഠിക്കുമായിരുന്നു. എന്തെന്നാൽ നേരിലുള്ള ഉപദേശം നമ്മുടെ വായിലുണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട് താല്പര്യപ്പെടുന്നതായിരിക്കുന്ന മറ്റ് സമുദായത്തിൽ വന്നാലും പഠിക്കുവാൻ അവസരം കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നേരിലുള്ള ഉപദേശം പഠിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന്റെ ഇങ്ങനെയുള്ള ഉപദേശം പഠിപ്പിക്കുന്നതായിരിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവം ഈ പ്രസ്ഥാനത്തെ പൂർവാധികം ദൈവം വളരെ അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ആവശ്യങ്ങൾ വളരെയുണ്ട്, ഇന്നുമുണ്ട്. ഈ ജോലിസാർ എല്ലാം പറഞ്ഞു തീർത്തിട്ടില്ല. ദൈവം സമൃദ്ധിയായി എന്റെ മഹത്വത്തിനൊത്തവണ്ണം എന്ന ധനത്തിനൊത്തവണ്ണം എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കട്ടെ. എല്ലാത്തിനും ഉപരിയായി ദൈവനാമം മഹത്വപ്പെടട്ടെ. വിദ്യാർത്ഥികളോട് ഒരു വാക്ക്, അച്ചടക്കം വളരെ കുറഞ്ഞു വരുന്നതായ ഒരു കാലയളവാണ്. കുമ്മനാട്ട് മാത്രമല്ല പല ബൈബിൾ പ്രസ്ഥാനങ്ങളിലും സ്റ്റുഡൻസിന്റെ അച്ചടക്കരാഹിത്യ നിമിത്തം നിർത്തുകയോ വൈഷമ്യം ഉണ്ടാകുകയോ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം വളരെ കരുതലോടെ ജീവിക്കേണ്ടതാണ്. ഒരിക്കൽ ടിക്കറ്റ് എടുക്കാതെ സഞ്ചരിച്ച ഒരു വിദ്യാർത്ഥി അതിന്റെ റെസ്റ്റിറ്റ്യൂഷന് വേണ്ടി അതിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചത്, അധ്യാപകൻ ചോദിച്ചത്, നീ മൂടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരികയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് മറ്റു സംശയമില്ല. ആ സ്കൂളിൽ പഠിക്കുന്നതായ കുട്ടികൾക്ക് അത്രത്തോളം നല്ല മനസാക്ഷി ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളെക്കുറിച്ചും നല്ല സാക്ഷ്യം പുലർത്തുവാൻ തക്കവണ്ണം ദൈവം കൃപയട്ടെ. അതിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്ക് ആത്മീയമായിട്ട് പറയാനുള്ള ഒരു വാക്യം ആദ്യമായിട്ട് വായിച്ചുള്ള ഫിലിപ്പിലേഖനം 1 അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിൽ എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളുടെ നല്ല പ്രവൃത്തി ആരംഭിച്ച യേശുക്രിസ്തു നാളോളം അത് ചെയ്യുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. 1958 പത്തനംതിട്ട സുവിശേഷാലയം എന്ന നല്ല വേല ഇവിടെ ആരംഭിച്ചു. ജോസാവ് എന്ന പ്രാരംഭ പ്രവർത്തകരും നന്മയുടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതുമായ ചിത്ര പേർ ഓർപ്പിച്ചു. ആ വിധത്തിൽ 12 പേരോട് പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നി. കാരണം 58 മുതൽ ഞാൻ ഈ പത്തനംതിട്ട താമസമായതാണ്. പ്രാരംഭഘട്ടങ്ങളിൽ അവരോട് ഒരുമിച്ച് ഞാനും ഇതിനകത്ത് സജീവമായിട്ടൊക്കെ പോകൊണ്ടിരുന്നു. ഇപ്പോഴത്രയും സജീവത്വം എല്ലാത്തിനും ഞാൻ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അന്ന് ലേവനായ T.G. തോമസ്, N.K. സക്കരിയ എന്നിവരും അതുപോലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഓർപ്പിച്ചു വിദ്യാഭ്യാസത്തിന്റെ കാര്യവും ഇപ്പോഴത്തെ പ്രാരംഭ പ്രവർത്തന കൊടുത്ത പേരുകൾ വിസ്മരിക്കുന്നത് ഉചിതമല്ല എനിക്ക് തോന്നുന്ന കാര്യം ഞാനൊന്ന് ഓർപ്പിച്ചതാണ്. അന്നത്തെ ആരംഭിച്ചായിരിക്കുന്ന ഈ പ്രവർത്തനം മുമ്പേ ഭാഗപ്രസംഗത്തിൽ
പോലെ അനേക മതപ്രവർത്തനങ്ങൾക്ക് അത് തന്നെ അവർക്ക് ദൈവം ആവശ്യമായിട്ട് കൊടുക്കട്ടെ. ഈ ബൈബിൾ സ്കൂള് അനേക ദൈവം പഠിക്കുന്നതിന് കർത്താവിന് നാട് വരികയും അനേക ദൈവം പഠിക്കുന്നതിന് ഉപകാരപ്രദമായി ഭവിക്കണമെന്ന് നമ്മുടെ സദസ്സുകൊണ്ട് കാര്യമായിട്ട് പ്രയോജനം ഉണ്ടാകണമെന്ന് സ്ഥായിയായി നിലനിൽക്കുന്നതിന് മുഖാന്തരമായി ഭവിക്കട്ടെ. എല്ലാ ആവശ്യങ്ങളും സർവശക്തന്റെ മഹത്വം പൂർണ്ണമായിട്ട് തീർന്നു കൊടുക്കുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അത് ഞാൻ ആശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ ഭാവി അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ച പ്രിയ സാറ് പറഞ്ഞു, ഇതിന്റെ ഉദ്ദേശം സുവിശേഷ പ്രവർത്തനത്തിന് മാധ്യമമായി തീരുക, അതിന് ഫലമായി അനേക സ്ഥലം സഭകൾ സ്ഥാപിക്കപ്പെടുക എന്നുള്ളതായിരിക്കണം എന്ന്. ആ ഉദ്ദേശത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തുവാൻ പഠിക്കുന്ന കുട്ടികളും ആ ഉദ്ദേശത്തോടുകൂടെ കർത്താവിന് വേണ്ടി മീൻ പിടിക്കുന്നവരായിട്ട് ഇരിക്കാൻ തക്കവണ്ണം നിങ്ങൾ അത് പൂർണ്ണസമയ സുവിശേഷനായിട്ട് വേണം എന്ന് അർത്ഥമില്ല. ഏത് തുറയിലായിരുന്നാലും കർത്താവിന് വേണ്ടി ആളുകളെ പിടിക്കുന്നവരായിട്ട് ഇരിക്കാൻ തക്കവണ്ണമുള്ള സമർപ്പണത്തോടുകൂടി വേണം നിങ്ങൾ ഇതിൽ ഏർപ്പെടാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ വിശ്വാസികളും ആ നിലയിലായിരിക്കണം എന്നാണ് എന്റെയും ആഗ്രഹം. എന്റെ പിന്നാലെ വരികയും ഞാൻ നിങ്ങളെ പരിശോധിക്കുന്നവരാണ്. മനുഷ്യരെ പിടിക്കുന്നതിനുള്ള ഒരു പ്രധാന യോഗ്യത കർത്താവിന് പിന്നാലെ വരിക എന്നുള്ളതാണ്. ഫോളോ മീ. കർത്താവിന്റെ പിന്നാലെ വരിക എന്നത് അനേക കാര്യങ്ങളുള്ളതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാര്യം മാത്രം ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ആളുകൾ എന്റെ ശബ്ദമാണെന്ന് എന്നെ അനുഗമിക്കുന്നു. ഈ ബൈബിൾ സ്കൂൾ ഏറ്റവും മനോഹരമായത് കർത്തനാമം അവർക്കായി തീരുവാൻ ഇടയാകട്ടെ എന്നൊരിക്കൽ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചൊല്ലും. സ്വതന്ത്ര സുശേഷാലയത്തെയും അതിന്റെ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ഇവിടെയായിട്ടുള്ള ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു തെളിവാണ് ഈ നിലയിൽ ഈ അളവിൽ നമുക്ക് ഇങ്ങനെ ഒരു മഹൽ സമ്മേളനം കൂടുന്നതിനും എവിടെയായതോ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി കരയുകയും ചെയ്യുകയാണ്. ഈ ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ നിന്ന് മാത്രമല്ല എല്ലാ ദൈവജനത്തിന്റെയും ദൈവദാസന്മാരെ തന്റെ മക്കളെ സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹത്താൽ വരുന്ന നാളുകളിൽ അനുഗ്രഹിക്കേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായിട്ട് ഞാൻ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എന്റെ വാക്കൊന്ന് ഉപയോഗിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാണ്. Since I am a new face, let me introduce. My name is Johnson Philip and I am from Gwalior, Madhya Pradesh. ഞാനൊരു പുതുമുഖമായതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ജോൺസൺ ഫിലിപ്പ് എന്നാണ് എന്റെ പേര്. ഗ്വാളിയറിൽ നിന്ന് വരും. Many people have been praying for this Bible Institute from Madhya Pradesh, and many of them have asked me to convey their regards and also that they will be praying for this movement. ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി മധ്യപ്രദേശത്തുള്ള പലരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. അവരുടെ അഭിവാദനങ്ങൾ അറിയിക്കുവാനായിട്ട് A large number of students, please don't forget to encourage some of them to move out of Kerala and come to North Indian states. കൂടുതലായിട്ടുള്ള വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ, ചിലര് വടക്കേ ജില്ലയിലോട്ടും കൂടെ കടന്നു വരുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം. ആള് കൂടുതൽ വന്നായിരുന്നു മറുപടി. ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന അധ്യാപകൻ എന്നുള്ള നിലയിൽ അല്പം ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടുണ്ട്. എങ്കിലും സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമായിരിക്കുന്നതുകൊണ്ട്
ഞാൻ അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ള സഭകളുടെ പരിതാപകരമായിരിക്കുന്ന അവസ്ഥാവിശേഷം ഇതിനു മുമ്പ് സംസാരിച്ച പലരും ഊന്നി പറയുകയുണ്ടായി. ഇന്ന് നാം കേൾക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട പദപ്രയോഗമാണ് സാക്ഷരത എന്ന് പറയുന്നത്. സാക്ഷരത അവരെ പറഞ്ഞു തന്ന എല്ലാ നല്ല ആശയങ്ങൾക്കായിട്ടും പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കായും ഞങ്ങൾ വളരെ കടപ്പെട്ടിട്ടുണ്ട്. നിശ്ചയമായും വരും ദിവസങ്ങളിൽ ആ കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ചിന്തയിൽ നിർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിനു വേണ്ടി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഇങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആശംസകൾ തന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളോടും ഞങ്ങളുടെ ആത്മാർത്ഥമായിരിക്കുന്ന നന്ദി ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ കൃതജ്ഞത, ഞങ്ങളുടെ നന്ദി അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രതികൂലമായിരിക്കുന്ന കാലാവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിലും ആ കാലാവസ്ഥയെ തരണം ചെയ്ത് നിങ്ങൾ ഈ സ്ഥലത്തേക്ക് കടന്നു വന്നു. വളരെ പരിമിതമുണ്ടായിരുന്നു. അതൊക്കെയും സഹിച്ച് ഈ മീറ്റിങ്ങിന് ഇത്രയും ഭംഗിയാക്കി തീർക്കത്തക്ക നിലയിൽ നിങ്ങൾ കാണിച്ച സഹകരണത്തിനും സ്നേഹത്തിനും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. സർവോപരി ഈ മീറ്റിംഗ് ഇത്രയും ഭംഗിയാകുവാത്തക്കവണ്ണം സഹായിച്ച ഒരുവനായ ദൈവത്തിന്, സർവപ്രധാനമായ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ നിലയിൽ നാം താഴ്ത്തപ്പെടുവാനാകട്ടെ. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള പഴയ പാട്ട് കരുണ രസരാശേ ഓ പരമ കരുണ രസരാശേ വാരിതിൽ പാദകി യാമനി കാരിനി വാരിതിൽ പാദകി യാമനി കാരിനി പരമ ഭവനം അതിനെ വെടിഞ്ഞ പരമ ഭവനം അതിനെ വെടിഞ്ഞ കരുണയൊരു പൊഴുതറിവതിരുളിന കരുണയൊരു പൊഴുതറിവതിരുളിന കരണമതു തവ ചരണമ മമ ചരണമ ഭവ ചരണമ കരണമതു തവ ചരണമ മമ ചരണമ ഭവ ചരണമ മയി പരമ കരുണ രസരാശേ ഓ പരമ കരുണ രസരാശേ നാഥനിൻ നാവിയൻ നാഥനിൻ നാവിയൻ നവമായുദിക്കും സ്തുതികൾ ധ്വനിക്കും നവമായുദിക്കും സ്തുതികൾ ധ്വനിക്കും. അധ്യാപകന്മാരെല്ലാവരും ഇവിടെ കടന്നു വന്നിട്ടില്ല. എന്നാൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഒന്ന് പരിചയപ്പെടുവാനായിട്ടുള്ള അവകാശമുണ്ട്. ഇവിടെ വന്നിട്ടുള്ളവരിൽ അത് ഇ കെ ജോർജ്, കെ വി ജോർജ് സാറ്, ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ്, കെ വി ജോൺ ഇദ്ദേഹമാണ് ഞങ്ങളുടെ രജിസ്ട്രാറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെ ജോൺ, മാത്യു പോൾ, ആ വീരും ടീച്ചേഴ്സിന് വേറെ പലരെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന സുഖത്തിലാവായ ദൈവമേ, ഈ അദ്ഭുതമായ പകൽക്കാലത്തിന് വേണ്ടി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവനായ രക്ഷിതാവേ, അവിടുത്തെ പരിശുദ്ധമായ നാമത്തിൽ നെല്ലിടത്തിൽ കൂടിയതിനെ ആരാധിക്കുവാനും പകൽക്കാലം സാധിച്ചല്ലോ. തുറന്നാമേറ്റ പോലെ പ്രാർത്ഥിച്ച പോലെ ഈ ബൈബിൾ സ്കൂൾ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിക്കാൻ നീ ജനത്തെ അനുവദിച്ചുകൊണ്ട് നാമത്തിന് സ്തോത്രം. ഏറെ ദിവസങ്ങളായി അതിനുവേണ്ടി ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി അധ്വാനിച്ചു. അതിനൊക്കെയും പരസ്യമെയും അവധി അന്വേഷിച്ചുകൊണ്ടതിന് സമ്മാനിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. കടമൊന്നില്ലാതെ സാക്ഷാത്മാർക്കായി തിരുനാമത്തിന് സ്തോത്രം. ശിശുടിക്കാനും വലിയരാത്മാരെ അയച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അവധിയോട് എന്തുകൊണ്ട് സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് ആ നല്ല കരം ഇതിനെ അൻവരമാക്കി നടത്തിയതുകൊണ്ട് നന്ദിയോട് ഞങ്ങൾ വാഴ്ത്തുന്നു. പിതാവിനോട് കേൾപ്പെട്ട വചനങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ആവശ്യമായിരിക്കും നല്ല ആലോചനകൾ സ്വർഗത്തിലെ പഥ്യവചനത്തിനെയും പ്രസ്താവിക്കാനുള്ള നാവിനെ ശക്തിപ്പെടുത്തിയോണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കേട്ട വചനങ്ങൾ ഭാവി അനന്തപൂരായി ജീവിക്കാൻ പഠിപ്പിക്കുന്നവരെയും പഠിക്കുന്നവരെയും ഇതേവരായ ഞങ്ങളെയൊക്കെ നീ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജില്ലയുടെ തലസ്ഥാനത്ത് കർത്താവ് നാമത്തിൽ ഇങ്ങനൊരു സ്ഥാപനം ആരംഭിക്കാനുള്ള സ്വന്തം പ്രസാദിച്ചല്ലോ. അനുവാദിച്ചിരിക്കുന്നുണ്ട് സ്തോത്രം. ആ ദിവസത്തെ പ്രതീക്ഷിച്ചോട് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കുകയും തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവായ ഒത്തുവീട്ടിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹായവും കൂട്ടായ്മയും നടത്തിപ്പും പെരുമാറ്റവും ഞങ്ങളെല്ലാവരോടും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തോടും ഇതിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥികളോടും അധ്യാപകരോടും പ്രവർത്തകരോടും എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.